ഹേ ഗൈസ്, നിങ്ങളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ഗ്യാസാണ്, രാവിലെ മുതലേ ഭയങ്കര ഗ്യാസ് ഇങ്ങനെ വേണ്ട വരിക. അപ്പം നിങ്ങൾ ഗ്യാസ് അല്ലേ, ഒരു പാൻഡപ്പ് കൊടുത്തേക്കാന്ന് വെച്ചിട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. വൺസ് നിങ്ങൾക്കൊരു പേഷ്യൻ്റ് വരികയാണ് ഗ്യാസായിട്ടാണ് അല്ലെങ്കിൽ വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മളപ്പം ചോദിക്കണം എവിടെയാണ് വേദന എന്ന്. ചിലപ്പോൾ അവർ ഈ വയറിങ്ങനെ തൊട്ട് മേലെ വരത്തും. പിന്നെ കൈക്ക് വേദന, കഴുത്തിൻ്റെ ബാക്കിൽ വേദന, നെഞ്ച് വേദന, നെഞ്ചിൽ കുത്തൽ, നെഞ്ചിൽ ഭാരമുള്ള പോലെ, നടുവേദന, കഴുത്തുനിന്ന് കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വേദന, നെഞ്ചിൽ നിന്ന് കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേഷ്യൻ്റ് വരും. നെഞ്ച് വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ECG ഒക്കെ എടുക്കുമല്ലേ. അപ്പോൾ ചില അബ്ഡോമിനൽ പെയിനൊക്കെ ആയാലും അവർ ഇന്ന് പറഞ്ഞു വരുമ്പോൾ അബ്ഡോമിനൊക്കെ വായിട്ട് ചെസ്റ്റ് വരെയൊക്കെ എത്തും. സോ നമ്മൾ ആ ഒരു ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ ഒരു ECG എടുക്കുക. ECGയിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലെബലായിട്ട് ചെയ്ത് ബാക്കി ആൻജിയോക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റെമിയും എൻസ്റ്റെമിയും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റെമിയാണ് എസ്റ്റ് എലവേഷൻ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻഫീരിയർ ആണോ, ലാറ്ററൽ ആണോ, ആൻറ്റീരിയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പോസ്റ്റീരിയർ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ലീഡ്സ് വെച്ചിട്ട് ഇപ്പം 2-3 AVF ആണെങ്കിൽ ഇൻഫീരിയർ, 1 AVL, V5 V6 ചേഞ്ചസ് ആണെങ്കിൽ ലാറ്ററൽ, V1 V2 ചേഞ്ചസ് ഉണ്ടെങ്കിൽ സെപ്റ്റൽ, V3 V4 ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആൻറ്റീരിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പോസ്റ്റീരിയർ ആണെങ്കിൽ നമുക്ക് ഡിപ്രഷൻസ് കാണും, V1 to V3 ഡിപ്രഷൻസ് കാണും. അപ്പോൾ നമ്മളൊരു പോസ്റ്റീരിയർ ECG എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വൈറ്റൽസ് നോക്കുക, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ ECGയിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ട്രോപ്പൈ വിട്ട് നോക്കാവുന്നതാണ്. മിനിമംസ് ഓഫ് ഓൺസെറ്റ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 4 hours ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രോപ്പൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പം നമ്മൾ ഫിസിഷ്യനാണ് എനിവേ. പക്ഷെ നമുക്കൊരു പേഷ്യൻ്റ് വരികയാണ്, ഡു എൻ ECG ആൻഡ് ജസ്റ്റ് ചെക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ലോഡിംഗ് ഡോസ് കൊടുക്കാം. ഇനിയിപ്പോഴേ ലോഡിംഗ് ഡോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പിരിൻ 300 mg, ക്ലോപ്ലെറ്റ് 300 കൊടുക്കുക, അറ്റോസ്റ്റാറ്റിൻ 80 mg കൊടുക്കുക. കൂടെ പാൻഡോപ്പ് കൊടുക്കുന്നുണ്ട് ചില ഹോസ്പിറ്റലിൽ. പക്ഷേ പാൻഡോപ്പ് ലോഡിംഗ് ഡോസിൽ വരുന്നില്ല. പക്ഷേ ലോഡിംഗ് ഡോസ് എന്ന ഇതിൽ കൂടെ പാൻഡോപ്പും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ BP ഒക്കെ നോർമലാണ്, ഹൈപ്പോടെൻഷൻ ഒന്നും ഇല്ലെങ്കിൽ സബ്ലിംഗ്വലി NTG ടാബ്ലറ്റ്സ് കൊടുക്കാം. പെയിനിന് റിലീഫ് കിട്ടും.